ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പൊ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം ഞാൻ പറഞ്ഞു തരാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് മലയാളം ലാംഗ്വേജിലുള്ള ഒരു കണ്ടന്റ് എനിക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് ആ ഒരു ലാംഗ്വേജിലോട്ട്, ഹിന്ദിയിലോട്ടോ തമിഴിലോട്ടോ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ആ ഒരു ലാംഗ്വേജിലോട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ചിൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് നോക്കാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഓപ്പൺ ആയ പേജിൻ്റെ അകത്ത് കാണിക്കുന്ന എൻ്റർ ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ്, സ്പാനിഷ് എന്ന് പറഞ്ഞ 2 ലാംഗ്വേജസും താഴെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ല അവിടെ വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് മലയാളം ആണെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ മുകളിൽ ടോപ്പിലായിട്ട് കാണുന്ന അത് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ജസ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു മലയാളം ലാംഗ്വേജ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എനിക്ക് ഈ സ്പാനിഷ് അല്ല ഇവിടെ വേണ്ടത്, ഇംഗ്ലീഷാണ് എനിക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ സെർച്ചിൽ ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മലയാളം എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതല്ല നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജസിന് മാറ്റിക്കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ മലയാളം ആഡ് ചെയ്തു. ഇനി ഞാനിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ പോകും എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു വേർഡ് എനിക്കവിടെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പം തന്നെ എനിക്ക് ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് തരികയാണ്. ഐ വിൽ ഗോ. ഇനി എനിക്ക് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അതിന് ഞാൻ അവിടെ ഫസ്റ്റ് ഇംഗ്ലീഷാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വേർഡിന് എനിക്ക് അപ്പോൾ തന്നെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുവാണ് ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഏത് ലാംഗ്വേജും ആകട്ടെ, ഇപ്പം നിങ്ങൾക്ക് തമിഴാണ് വേണ്ടതെങ്കിൽ തമിഴ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതർ ലാംഗ്വേജസ് ഏതാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് കോൺവെർസേഷൻസ്, അതായത് നിങ്ങൾക്കിപ്പം സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലോട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അതും ഈ ഒരു ആപ്ലിക്കേഷൻ വൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയോയിൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നിങ്ങൾക്ക് താഴെയായിട്ട് ക്യാമറയുടെ ഒരു സിമ്പിൾ കാണാം. ഈ ക്യാമറയുടെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഏത് പിക്ചർ ഏതെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ആ പിക്ചറിൻ്റെ നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെയും മലയാളം ലാംഗ്വേജ് ആണെങ്കിൽ മലയാളം ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും.